ഒരു ഭംഗി തന്നെയാണ് ഇത് കാണല് വരെ. പക്ഷെ സ്ത്രീകള് വിചാരിച്ചാൽ നടക്കുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് നല്ല ലാഭമുണ്ട്. ലാഭമാണ്. എല്ലാവരും പൊതുവെ എല്ലാവരും പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടമാണ്, കാര്യമില്ല, നഷ്ടമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല ലാഭമാണ്. ശരിക്ക് വിള ആയി എന്നുള്ള തെളിവാണ്. മഞ്ഞളൊക്കെ പൂവിട്ടിട്ടുണ്ട്. 1-2 നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാ മഞ്ഞളും പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല വിളവുണ്ട്, 100% വിളവ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്നുള്ളത് ഓമച്ചപ്പുഴ റാബിയ എന്ന് പറയുന്ന ഒരു ഒരു വലിയ കർഷക എന്ന് പറയണം. കാരണം വെച്ചാൽ 10 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി നടത്തുന്നത്. 10 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി, മഞ്ഞൾ, അതുപോലെ തന്നെ കുരുമുളക്, ചെടികൾ, എല്ലാ വീട്ടിലേക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃഷി ചെയ്യുന്ന ഒരു വലിയ കർഷകരെ പരിചയപ്പെടുത്താനാണ് പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 10 ഏക്കറൊക്കെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന, സ്ത്രീകൾ ഗ്രൂപ്പായിട്ട് 10 ആളും 12 ആളൊക്കെ ചേർന്ന് നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റ വനിതയുടെ പ്രയത്നത്തിൽ എല്ലാ A to Z കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചിലപ്പം ഇത് കേരളത്തിൽ തന്നെ അപൂർവമായി കാരണം ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ അഗ്രോടോക്കിലൂടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് റാബിയ ഓമച്ചപ്പുഴ എന്ന് പറഞ്ഞ വലിയ കർഷക. ഇപ്പോൾ ഒന്നാമത്തെ മാധ്യമങ്ങളിലൊന്നും മുഖം കാണിക്കാൻ വിമുഖത കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിർബന്ധിച്ച്, കാരണം വെച്ചാൽ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട്, തിരൂർ ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന കൂട്ടായ്മയിലെ ഒരു മെമ്പർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗൗരവം ജനങ്ങൾ കാണട്ടെ, സ്ത്രീകളൊക്കെ കാണട്ടെ, കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരട്ടെ എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ട് നിർബന്ധിച്ചിട്ട് മാത്രമാണ് അവർ നമ്മുടെ വീഡിയോക്ക് മുഖം തരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. റാബിയ ഇപ്പോൾ എത്ര വർഷമായിട്ട് കൃഷി ഇത് നടത്തുന്നുണ്ട്? ഇപ്പോൾ 15 വർഷമായി കൃഷിക്ക്. കുഞ്ഞു ചെറുപ്പത്തിലേ നമ്മൾ ചെടി ഉണ്ടാക്കും, പിന്നെ ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു 5-6 വർഷമായി. ഇപ്പൊ 15 വർഷം മുമ്പ് കൃഷി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതലായിട്ട് ചെയ്യുന്നത് 5-6 വർഷമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിലാണ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് നല്ല ലാഭമാണ്. എല്ലാവരും പൊതുവെ പറഞ്ഞത് ഞങ്ങൾക്ക് നഷ്ടമാണ്, കാര്യമില്ല, നഷ്ടമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പക്ഷെ എനിക്ക് നല്ല ലാഭമാണ്. ഇപ്പൊ നമ്മളൊരു കോഴി, ആട്, താറാവ് വളർത്തണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള തീറ്റ നമ്മൾ കണ്ടെത്തണം. കടയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങണം. അതേപോലെ കൃഷി ചെയ്യണമെങ്കിലും അതിനുള്ള വളങ്ങള് നമ്മൾ തന്നെ സ്വയം കൈക്കോട്ടെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുക. അപ്പൊ നമുക്ക് ലാഭം തന്നെ പറയാൻ പറ്റുള്ളൂ, ഒരിക്കലും നഷ്ടം വരുന്നില്ല. ഒരുപാട് റാബിയെ സംബന്ധിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ. ഇപ്പൊ 2 വയസ്സായ മോൻ ഇപ്പോഴും കൂടെയുണ്ട്. അന്ന് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു കൊയ്ത്തുത്സവം നടന്നിരുന്നല്ലോ. അന്ന് കുട്ടിയെ തൊട്ടിയിലൊക്കെ ഇട്ടത് ഒരു രംഗം വല്ലാതെ വിഷമം കണ്ടപ്പോൾ വിഷമവും തോന്നി, സന്തോഷവും തോന്നി ഒരു രംഗമായിരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ലാഭമുള്ളത് നെല്ലാണ് അല്ലേ? വിത്ത് വരെ നമ്മളെ കൃഷിഭവനിൽ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. പിന്നെ ഇപ്പൊ ഈ വർഷം കൂലി ചെലവും കിട്ടുന്നുണ്ട്. അപ്പൊ നെല്ലിന് നമ്മള് സത്യത്തിൽ ഒരു അധ്വാനം അത്രേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അവര് സഹായം ചെയ്യുന്നുണ്ട്, സബ്സിഡി കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നെല്ല് വൈക്കോലൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. ഒക്കെ പിന്നെ സപ്ലൈകോ ഒക്കെ രജിസ്റ്റർ ചെയ്യണേ നമ്മള് നെല്ലുകളൊക്കെ ഗവൺമെന്റ് ആയിട്ട്. അങ്ങനെ പിന്നെ മഞ്ഞളും തന്നെ നമ്മൾ തന്നെ നയിച്ചുണ്ടാക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല ലാഭമാണ്. മഞ്ഞൾ ഏത് ഇനത്തിൽപ്പെട്ട മഞ്ഞളാണ് കൃഷി ചെയ്യുന്നത്? വയനാടൻ ഹൈബ്രിഡ് ആണ്. മഞ്ഞളും അതുപോലെ നെല്ലും അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്? പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ ചെറിയ തേനീച്ചുണ്ട്, വലിയ തേനീച്ചുണ്ട്, പിന്നെ ചെടി ഉണ്ട്, വായ, പിന്നെ ഇത് എന്താണ് ജാതിക്കുണ്ട്. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ചേന, ചേമ്പ്, കാവുത്ത്, പിന്നെ ചീനാമുളക് പിന്നെ കുറച്ച് തോനൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ തുടങ്ങുന്നുണ്ട്, പച്ചക്കറി ഞാൻ ഇപ്പൊ തുടങ്ങാൻ പോവാണ്. പിന്നെ എന്താണ്, പിന്നെ പശുണ്ട്, ആടുണ്ട്, കോഴിണ്ട്, താറാവുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഞാൻ തന്നെ ഇതുണ്ടാക്കണേ. അതുകൊണ്ട് എനിക്ക് ലാഭം എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കോഴിക്ക്, ആടിന്, പശുവിന്,
പിന്നെ താറാവിന് ഒക്കെ ഞാൻ തന്നെ അസോള തീറ്റായിട്ടും ഉണ്ണിത്തണ്ടായിട്ടും കൊടുക്കണേ. അപ്പൊ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ നമ്മൾ തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഇന്നേരെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതേമാതിരി നെല്ല്, മഞ്ഞൾ അതിനുള്ള വളം ഞാൻ തന്നെ വീട്ടിൽ നിന്ന് മണ്ണിര കമ്പോസ്റ്റ് ആയിട്ടോ ചാണകം ഉണക്കിയിട്ടായിട്ടോ ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ലാഭം തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നിപ്പോ ദൈവത്തിന്റെ ഒരു അള്ളാന്റെ അടുത്ത് നിന്നുള്ളൊരു നഷ്ടം നമുക്ക് മഴ വന്നിട്ടുള്ളതും ഒക്കെ അത് പിന്നെ അള്ളാഹു തന്നെ നമുക്ക് വീണ്ടും പിറ്റത്തെ ഒരു നേരം നമുക്ക് തരുന്നുണ്ട് ലാഭമായിട്ട്. അതൊരു നഷ്ടമായിട്ട് കണക്കാക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുള്ളത്. കാരണം അള്ളാന്റെ ഒക്കെ വരുന്ന ലാഭമാണ് ഈ മഴ. ഇപ്പൊ മഴ തന്നെയാണ് ഏത് സമയം. അത് നമുക്ക് വീണ്ടും വേറൊരു സമയത്ത് നമുക്ക് ആ ലാഭം തരുന്നുണ്ട്. നമ്മളിപ്പോൾ റാബിയ ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ കൃഷി എത്ര ഏക്കറാണിത് ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടൊന്ന് വ്യൂ ചെയ്തെടുക്കാൻ പറ്റും. 3.5 ഏക്കർ. ഇത് 3.5 ഏക്കർ നന്നമ്പ്ര പഞ്ചായത്തിൽ. ഇനി നമ്മളവിടെ ഒയ്യൂര് പഞ്ചായത്തില് 6.5 ഏക്കർ ഉണ്ട്. അത് കുറച്ച് 1.5 ഏക്കർ നട്ടിട്ടുണ്ട്. ഇപ്പൊ വെള്ളം കുറയാത്തോണ്ട് നടാനുള്ള ശ്രമത്തിലാണ് ഇനി. അപ്പൊ ഇത് നമ്മുടെ പാട്ടത്തിനെടുത്ത ഭൂമിയുണ്ട്, നമ്മൾ സ്വന്തം സ്ഥലത്തുമായിട്ടാണ് കൃഷി ചെയ്യുന്നത് അല്ലേ? ആണോ? ഫുള്ളും പാട്ടം തന്നെയാണ്, സ്വന്തമില്ല. മഞ്ഞള് പാട്ടത്തിനാണ്, പിന്നെ പച്ചക്കറി, കപ്പ അതൊക്കെ പാട്ടത്തിനാണ്. പിന്നെ റാബി, നമ്മൾ ഇപ്പോൾ സ്ത്രീകളൊക്കെ പൊതുവേ ഈ രംഗത്തേക്ക് വളരെ കുറവാണല്ലോ. സ്ത്രീകളും പുരുഷന്മാരും പൊതുവേ നമ്മുടെ കേരളത്തിൽ വളരെ കൃഷിയൊക്കെ ഒഴിവാക്കിയ മട്ടാണ്. എന്നാൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളോട് എന്താണ് നിങ്ങൾ റാബിയൊക്കെ പറയാനുള്ളതെന്ന് പറയാൻ പറ്റും? സ്ത്രീകള് എല്ലാരും വരണം എന്നുള്ളതാണ് കൃഷിക്ക്. കാരണം വെച്ചാല് ഇപ്പത്തെ ഒരു കൊറോണ സാഹചര്യത്തില് എല്ലാ ആണുങ്ങൾക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പൊ നമുക്ക് കുറെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു പച്ചമുളകായാലും ഒരു ദിവസത്തെ കറിക്ക് ഇടാനുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിലുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ കോഴിമുട്ട ആയാലും പാലായാലും മോര്, തൈര് ഇതൊക്കെ ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിനെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അഥവാ ആണുങ്ങൾക്ക് നമുക്ക് കുറെ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ആണുങ്ങളെ അഥവാ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വിശ്വസിച്ച ആഹാരം കഴിക്കാം എന്നുള്ള പിന്നെ വേറെ ഗുണങ്ങളുണ്ട്. കാരണം വെച്ചാൽ ആരോഗ്യത്തിനായാലും നമ്മളെ സംതൃപ്തി, സന്തോഷം, നമുക്ക് ഇതൊരു ഭംഗി തന്നെയാണ് ഇത് കാണല് വരെ. പക്ഷെ സ്ത്രീകള് വിചാരിച്ചാൽ നടക്കുന്നുള്ളതാണ്. ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് റാബിയന്റെ ഈ കാർഷിക ഇതിനോട് ഇറങ്ങുന്നത്? ഞാന് അങ്ങനെ വെച്ചിട്ടില്ല. ഇന്നിപ്പോ നേരം വെളുക്കുമ്പോ ഞാൻ ഓർക്കാണ് ഇന്ന് എന്തെല്ലാം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത്. അപ്പോ ഓരോ ദിവസം ഓരോന്ന് ഞാന് മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, ഇന്ന ദിവസം ഇന്ന ചെയ്യണം എന്നുള്ളൊക്കെ. പിന്നെ നമ്മള് രാവിലത്തെ പ്രഭാതത്തിന്റെ ഇതൊക്കെ കഴിഞ്ഞാല് അതിലെന്തെങ്കിലും ഒരു ബ്രേക്ക് കിട്ടിയിറങ്ങാ അപ്പൊ കൃഷിക്ക് പോകും. പക്ഷെ കൂടുതലും വൈകുന്നേരമാണ്, അസറ നിസ്കരിച്ചതിന്റെ ശേഷമാണ് കൂടുതലും ഞാൻ ഇതിന് നിൽക്കുന്നത്. ഏറ്റവും ഒരു മൂടുള്ള ഒരു ടൈം. പിന്നെ അർജന്റുള്ള സമയങ്ങളുണ്ടാവും. ഇപ്പൊ തേനീച്ചൊക്കെ തീറ്റെടുക്കുക, അതേമാതിരിക്ക് ആട്, പശു, കോയിലൊക്കെ പരിപാലനങ്ങൾ അതൊക്കെ രാവിലെ തന്നെ ചെയ്യണ്ട. അങ്ങനത്തെ അതൊക്കെ ആ കൃത്യത്തിന് ചെയ്യും. മാറ്റി വെക്കാൻ പറ്റുന്നത് പിറ്റത്തെ നേരത്തിന് മാറ്റി വെക്കും. ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സമയം നോക്കണ്ട, അത് നമ്മളെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി അസോള കൃഷി പറഞ്ഞാൽ നമ്മളെ സാഹചര്യത്തിന് സമയത്തിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ തേനീച്ച എന്ന് പറയണത് ആട്, പശു, കോഴി എന്നൊക്കെ പറയുന്നത് അത് ആ കൃത്യത്തിന് തന്നെ ചെയ്യണം. അപ്പൊ കൃത്യത്തിന് ചെയ്യേണ്ട കൃത്യത്തിന് ചെയ്യും, അല്ലാത്ത ഞാൻ എന്റെ സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് മാറ്റി വെക്കുന്നതായിട്ട്. ഒരു മുളകും തൈ നടന്നുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും. പക്ഷെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ സമയത്തിനനുസരിച്ച്. ആരും ഞാൻ നെഗറ്റീവായിട്ട് വിട്ടിട്ടുമില്ല, പിന്നത്തെ നേരം എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ശേഷമാണ് ഇപ്പം ഞാനൊരു ചാനൽ ഇറങ്ങിയിരിക്കണേ. എന്നാൽ അതിൽ കൂടെ എല്ലാവരും കണ്ട് പഠിച്ചോട്ടെ എന്നുള്ളതിലേക്ക് അങ്ങനെയാണ് ഞാൻ ചാനൽ ഇറങ്ങിയത്. കാരണം വെച്ചാൽ നമുക്ക് സമയം വേണമല്ലോ. നിങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനൽ അല്ലേ? ഓക്കെ, നമ്മൾ റാബിയൻ്റെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് നമുക്ക് താഴെ കൊടുക്കുക. എല്ലാവരും ഒന്ന് കാണാൻ, കർഷകരെ ഇതിനൊക്കെ പരിചയപ്പെടുത്താനും കൃഷി രീതികളൊക്കെ കൂടുതൽ അറിയാനൊക്കെ സഹായമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ മോഡലൊന്നുമില്ല, എൻ്റെ കൃഷിനെ പോലെ തന്നെ സാധാ മോഡലിലാണ് ഞാൻ ചാനൽ ഇറക്കിയത്. ഡെക്കറേഷനോ അതല്ല ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ കൃഷി എങ്ങനെ സാധാ മട്ടത്തിലാണ്, എൻ്റെ ഒരു തലയിൽ നിന്നുണ്ടാകുന്ന ഒരു ആശയത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ചാനലുകളും കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എങ്കിലും പഠിക്കാൻ കുറേ ഉണ്ട്. തീർച്ചയായിട്ടും അതുപോലത്തെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പഠിക്കാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണാറ്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ ഇവരെ റാബിയൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇപ്പോൾ റാബിയ അടുത്തത് ചെയ്യാൻ പോകുന്ന 7 ഏക്കറോളം ഉള്ള സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു തവണ പൂട്ടിയിട്ടാണ് 1 മാസം മുമ്പ് വളം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് നടുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഒന്നും കൂടി പൂട്ടിയിട്ട് കൃഷി ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നത്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് കൃഷി ഇല്ലാതെ കിടക്കുന്ന ഭൂമിയാണല്ലോ അല്ലേ? അല്ലേ?